ഹീറോ കാമുകിയുടെ കൂടെ റോഡിലൂടെ നടന്നുപോകുമ്പോൾ താഴെ കിടക്കുന്ന വ്യത്യസ്തമായ ഒരു പേന കാണും. ഹീറോ ആ പേനയെടുക്കുന്നു. കാമുകിയെ അവളുടെ വീട്ടിലാക്കിയ ശേഷം ഹീറോ തന്റെ മുറിയിലേക്ക് പോകുന്നു. അവിടെ ഹീറോയോടൊപ്പം താമസിക്കുന്നൊരു ചേട്ടൻ ഈ പേന കണ്ട് ഇത് നല്ലതാണല്ലോ എന്നു പറഞ്ഞ് അത് വാങ്ങി എഴുതി നോക്കിയ ശേഷം അവിടെ തന്നെ വെക്കുന്നു. അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് ഹീറോ പുറത്തേക്ക് വരുമ്പോൾ കൂടെ താമസിക്കുന്ന മറ്റൊരാൾ വേഗത്തിൽ വന്ന് നമ്മുടെ കൂടെയുണ്ടായിരുന്ന ചേട്ടൻ മരിച്ചുപോയി എന്ന് പറയുന്നു. ഇത് കേട്ട് ഞെട്ടിപ്പോയ ഹീറോ വേഗത്തിൽ മൃതദേഹം കാണാൻ പോകുന്നു. അവിടെയുള്ള പോലീസിനോട് ചോദിക്കുമ്പോൾ ജോലി ചെയ്യുന്നതിനിടയിൽ ഇലക്ട്രിക് ഷോക്ക് ഏറ്റാണ് മരണം സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നു. രാത്രി മുഴുവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഹീറോയുടെ അമ്മ വിളിക്കുന്നത്. പണത്തിനുവേണ്ടി നാട്ടിലെ ഒരു പ്രമാണി അമ്മയോട് മോശമായി സംസാരിച്ചു എന്ന് അമ്മ പറഞ്ഞു. അത് കേട്ട് ഹീറോ മനസ്സ് തകർന്ന് കരയുന്നു. ആ സമയത്ത് അവിടെയുള്ള ഒരാൾ നിന്റെ സങ്കടമെല്ലാം മാറാൻ ഈ മരുന്നുപയോഗിക്ക് എന്ന് പറയുന്നു. ഒന്നും ആലോചിക്കാതെ ഹീറോ അത് ഉപയോഗിക്കുകയും അവിടെ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ പണം ചോദിച്ച കാര്യം ഹീറോ ഓർക്കുന്നു. പണം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അവന്റെ കണ്ണിൽ ആ പഴയ പേന കാണുന്നു. പഴയ സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ അവൻ ആ പേന വിൽക്കാൻ കൊണ്ടുപോയെങ്കിലും കടക്കാർ ആ പേന വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. സങ്കടത്തോടെ ഒരിടത്തിരിക്കുമ്പോൾ ഹീറോയുടെ റൂംമേറ്റ് വന്ന് അവനെ വിളിച്ചുകൊണ്ടുപോകുന്നു. അവർ നടന്നു പോകുമ്പോൾ ഒരു ഫോൺ നമ്പർ കുറിക്കാനായി റൂംമേറ്റ് ഹീറോയുടെ പോക്കറ്റിലിരുന്ന പേന വാങ്ങി കയ്യിലെഴുതുന്നു. പേന തിരികെ കൊടുക്കുന്ന നിമിഷം പെട്ടെന്ന് മുകളിൽ നിന്ന് കല്ലുകൾ റൂംമേറ്റിന്റെ മേൽ വീഴുകയും അയാൾ അവിടെ തന്നെ മരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഹീറോയ്ക്ക് ആ പേനയെക്കുറിച്ച് സംശയം തോന്നുന്നു. ആരാണോ ഈ പേന കൊണ്ട് എഴുതുന്നത് അവർ മരിക്കുന്നുവെന്ന് ഹീറോ മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഹീറോയുടെ കാമുകിയുടെ ഫോൺ വരുന്നത്. അവളുടെ മാനേജർ അവളോട് മോശമായി പെരുമാറിയ വിവരം അവൾ ഹീറോയോട് പറയുന്നു. ഉടനെ ഹീറോയ്ക്കൊരു ബുദ്ധി തോന്നുന്നു. ഹീറോ ആ പേനയുമായി മാനേജറെ കാണാൻ പോകും. ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകനാണ് എന്ന് പറഞ്ഞ് ആ പേന നൽകി മാനേജറോട് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മാനേജർക്ക് പെട്ടെന്നൊരു ഫോൺ വരുന്നു. അദ്ദേഹം അവിടെ നിന്ന് വേഗത്തിൽ നടന്നുപോകുന്നു. ഹീറോ ആ മാനേജറെ പിന്തുടരുന്നു. ഹീറോ വിചാരിച്ചതുപോലെ തന്നെ കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് ആ മാനേജരും മരിക്കുന്നു. ഇതോടെ ആ പേനയുടെ ശക്തി ഹീറോയ്ക്കും മനസ്സിലാകുന്നു.